ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടൽ ഹരീഷിൻ്റെയും നീതുവിൻ്റെയും പ്രണയം പ്രശ്നത്തിലാണ്. വർക്ക്ഷോപ്പിലേക്ക് നീതു അവനെ കാണാൻ വന്നിട്ട് പോലും ഹരീഷ് അവളെ ഷൗട്ട് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അവളാണെങ്കിൽ തൻ്റെ പരാതിക്കെട്ട് അഴിക്കുന്നുണ്ട്. അതൊന്നും അവന് കേൾക്കാനേ പറ്റുന്നില്ല. അവൻ പറയുന്നുണ്ട്, 24 മണിക്കൂർ ഫോൺ കുത്തിക്കൊണ്ടിരിക്കുന്ന നിൻ്റെ കൂട്ട് എനിക്ക് വേണ്ട, നീ പോടി, ഇനി നീ എന്നെ കാണാൻ ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ പറയുമ്പോൾ കണ്ണ് നിറച്ചാട്ടോ അവൾ കേൾക്കുന്നത്. അവൾക്കൊന്നും സഹിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ അവൾ തിരിച്ച് പറയുന്നുണ്ട്, പിന്നെ എന്തിനാ നീ എന്നോട് ഓക്കെ പറഞ്ഞത്? ഒരാഴ്ച നീ എന്തിനാ എന്നെ സ്നേഹിച്ചത്, എന്നെ വിളിച്ചത്? അപ്പോൾ അതൊക്കെ വെറുതെ ആയിരുന്നല്ലേ? നീ എന്നോട് ശരിക്കും പറയാണോ? അത് കേട്ടപ്പോൾ അവൻ പറയുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നത്തിലാണെന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം, അല്ലാതെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. അവളുടെ ഒരു 112 മെസ്സേജും 50 കോളും ഇതെല്ലാം കേട്ട് തറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ നീതു. അവൾക്കതൊന്നും സഹിക്കാനേ പറ്റുന്നില്ല. കാരണം അവൾ അത്രയും ആഗ്രഹിച്ച് നേടിയെടുത്തതാണല്ലോ ഹരീഷിൻ്റെ പ്രണയം. പക്ഷെ അത് പെട്ടെന്നൊരു ചെറിയ കാരണം കൊണ്ട് തന്നെ പൊട്ടി തരിപ്പണാകുമ്പോൾ അവൾക്ക് സഹിക്കാനേ പറ്റുന്നില്ല കേട്ടോ. അവനാണെങ്കിൽ അവൻ്റെ ദേഷ്യവും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ചന്തുവും ടിറ്റോയും സ്തംഭിച്ച് നിൽക്കുകയാണ്. ഈ ഹരീഷാണൻ എന്ത് പറ്റി? എന്തിനാണ് വെറുതെ അവളെ എങ്ങനെ വേദനിപ്പിക്കുന്നത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. നീ പോവാൻ നോക്ക് നീതു, ഇറങ്ങിപ്പോടി എന്നൊക്കെ ഹരീഷ് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീതു പറയുന്നുണ്ട്, ശരിക്കും ഞാൻ പോകണോ? അതെ, നീ പോടി, എനിക്ക് നിന്നെ ഇനി വേണ്ട. നിന്നെ പോലത്തെ എപ്പോഴും ചെവിയിൽ ഇങ്ങനെ ചിരച്ചിര പറയുന്ന ഒരാളെ എനിക്ക് വേണ്ട, അങ്ങനത്തെ ഒരു കൂട്ടം എനിക്ക് വേണ്ട. അതുകൂടെ കേട്ടപ്പോൾ അവൾക്ക് ആകെ വിഷമമായിട്ട് അവൾ പറയുന്നുണ്ട്, എനിക്കിത് വേണം, എനിക്ക് തന്നെ വേണം. എൻ്റെ അച്ഛൻ അന്നേ എന്നോട് പറഞ്ഞതാ ആ വർക്ക്ഷോപ്പുകാരനെ വിശ്വസിക്കരുതെന്ന്. ഞാനത് കേട്ടില്ല. ഞാൻ വീണ്ടും പട്ടിയെ പോലെ വന്നില്ല. എനിക്കിത് വേണം. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു? എനിക്കൊരു ആവശ്യമില്ലായിരുന്നു. പക്ഷെ നീ എന്നെ ചതിച്ചു എന്നൊക്കെ അവളും വിളിച്ച് പറയുന്നുണ്ട്. ഇറങ്ങി പോടി എന്ന് പറഞ്ഞിട്ട് അവൻ സ്പാനർ എടുത്ത് അവൾ അടിക്കാൻ പോകുമ്പോഴേക്ക് ചന്തു വിളിക്കുന്നുണ്ട്, ഹരീഷേട്ടാ. അപ്പോഴാണ് ഹരീഷിന് ഒരു ബോധം വന്നത് തന്നെ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാനിനി വരില്ല, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരില്ല എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൾ പോകുന്നുണ്ട്. അവൾ പോയ സമയത്ത് അവന് വല്ലാതെ വേദനിക്കുന്നുണ്ട് മനസ്സ് കേട്ടോ. എന്നിട്ട് അവൻ ആകെ സ്തംഭിച്ച് അവിടെ നിൽക്കുന്ന നേരത്തെ ഡിറ്റോയും ചന്തു അവനെ നോക്കുന്നുണ്ട്. അപ്പോൾ അവരോട് അവൻ ചൂടാവുന്നുണ്ട്, മരയ്ക്ക് പണിയെടുക്കടാ. അപ്പോൾ അവർ വേഗം പണിയെടുക്കുകയാണ് കേട്ടോ. ഹരീഷാണെങ്കിൽ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുഭാഷേട്ടൻ്റെ വർക്ക് സൈറ്റാണ്. അവർക്ക് ഫുഡ് കഴിക്കാനുള്ള നേരം ആയപ്പോഴത്തേക്കും ചാന്ദിനി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ സ്ഥിര ഏർപ്പാടാണല്ലോ, ചാന്ദിനി ഫുഡ് കൊണ്ടുവരുന്നു, അവൾ കൊണ്ടുവന്ന ഫുഡ് സുഭാഷേട്ടൻ കഴിക്കുന്നു, സുഭാഷേട്ടൻ കൊണ്ടുവന്ന ഫുഡ് അവൾ കഴിക്കുന്നു. അങ്ങനെയാണല്ലോ ഇപ്പോൾ റുട്ടീൻ പോകുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് അവരെല്ലാവരും കൂടി ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അവൾ ഫുഡ് വിളമ്പുന്നുണ്ട്, സുഭാഷിന് കൊടുക്കുകയാണ്. എല്ലാ കറികളും വിളമ്പിയിട്ട് അങ്ങനെ സുഭാഷിനോട് പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്കാ. അങ്ങനെ സുഭാഷ് അവൻ്റെ ഫുഡ് അവൾക്ക് കൊടുക്കുന്നിട്ട് പറയുന്നുണ്ട്, ഇത് ബിരിയാണിയാണ്. അപ്പോൾ അവൾക്ക് സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടം. ഇതൊക്കെ ഹിന്ദിയിലാണ് കേട്ടോ പറയുന്നത്. അവൾ പറയുന്നത് ചിലതൊന്നും സുഭാഷിന് മനസ്സിലാവുന്നില്ല. അവൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ പറയുന്ന മലയാളം അവൾക്ക് ചെറുതായിട്ട് മനസ്സിലാവുന്നുള്ളൂ. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അണ്ടർസ്റ്റാൻഡിങ് നടക്കുന്നുണ്ട് കേട്ടോ. സുഭാഷിനാണെങ്കിൽ സംസാരിക്കാൻ ഈ പാചകം, കുക്കിംഗ് ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അവൾക്കാണെങ്കിൽ എന്ത് കിട്ടിയാലും സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളും. എന്നിട്ട് സുഭാഷ് പറയുന്നുണ്ട്, കഴിച്ച് നോക്ക്, നിനക്ക് ഇഷ്ടപ്പെട്ടോ നോക്കുന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഓ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ അവളും പറയാൻ കേട്ടോ. അങ്ങനെ അവരൊരുപാട് സംസാരിച്ചിട്ട് ഫുഡ് കഴിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിളിക്കൂടാണ് കേട്ടോ. നിധി റൂമിലേക്ക് പോകുന്ന സമയത്താണ് നികേഷിൻ്റെ റൂമിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുന്നത്. അവൻ ഇത്ര നേരമായിട്ട് എണീറ്റിട്ടില്ലല്ലോ. അപ്പോൾ അവൻ ആകെ മൂടി പൊതിച്ച് വിറച്ച് കിടക്കുമ്പോൾ പനി കൂടിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ അവൾ അവൻ്റെ അടുത്തേക്ക് പോയിട്ട്, നികേഷൻ നിനക്ക് വയ്യ എന്നൊക്കെ ചോദിച്ചിട്ട് അവനെ തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾക്ക് പേടിയാവുന്നുണ്ട്, ഈശ്വര പൊള്ളുന്നുണ്ടല്ലോ അതും പറഞ്ഞിട്ട് അവൾ മെഡിസിൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ മെഡിസിൻ കാണുന്നില്ല കേട്ടോ, കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവൾ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ്. ഭാസ്കരനാണെങ്കിൽ പുറത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവൾ ഭാസ്കരനോട് പറയുന്നുണ്ട്, അച്ഛ മെഡിസിൻ വേണമായിരുന്നു, നികേഷിന് വയ്യ, അവന് പനിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, പനി കൂടുകയാണെങ്കിൽ വെറുതെ മരുന്നുകൊണ്ടൊന്നും കാര്യമില്ല, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ നോക്കണം കേട്ടോ. അപ്പോൾ അവൾ ആ അച്ഛ തലയാട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭാസ്കരന് സൈക്കിളിൽ കയറാൻ നോക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, അച്ഛ ചായപ്പൊടി തീർന്നു, ചായപ്പൊടിയും വേണം. ആ ഓക്കെ മേടിക്കാം. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അച്ഛൻ്റെ അടുത്ത് പൈസ ഉണ്ടോ? അത് കേട്ടപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ഇതൊക്കെ മേടിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്, നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയി ബാങ്കിലിട് എന്നും പറഞ്ഞിട്ട് ചിരിച്ചിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ അവൾ ഡ്രസ്സ് തോരടുന്ന സമയത്ത് ഭാസ്കരൻ വരുന്നുണ്ട് കേട്ടോ. പാട്ടൊക്കെ പാടിയിട്ടാണ് വരുന്നത്. അങ്ങനെ അവൾ വേഗം അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട് കയ്യിൽ നിന്ന് മരുന്ന് മേടിക്കുന്നുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഭാസ്കരൻ പെട്ടെന്ന് അവൾക്കൊരു ചോക്ലേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അവൾക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, വാത്സല്യം കൊണ്ട് മേടിച്ചൊന്നല്ല കേട്ടോ, അവിടെ ചില്ലറല്ലായിരുന്നു, അതുകൊണ്ട് മേടിച്ചത്. അപ്പോൾ അവൾ ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭാസ്കരൻ പറയുന്നുണ്ട്, ഈ മരുന്നൊന്നും കഴിച്ചിട്ടൊരു കാര്യമില്ലെന്നേ, നമ്മുടെ ശരീരത്തിന് നമ്മൾ തന്നെ പ്രതിരോധിക്കണം. ഞാനൊക്കെ എത്ര കാലമായി എന്നറിയാം മരുന്ന് കുടിച്ചിട്ട്, ഈ മരുന്നുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, ചെറിയ പരിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ അതിനെ തടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, ഓ എന്നിട്ടാണോ മരുന്ന് മേടിക്കാൻ പറഞ്ഞപ്പോൾ കുറവില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമെന്ന് പറയുന്നത് അല്ലേ? എന്നിട്ട് അവൾ കളിയൊക്കെ ചിരിക്കുകയാണ് കേട്ടോ. അത് കേട്ടോ ഭാസ്കരൻ ഒന്ന് പരിങ്ങിയിട്ട് പറയുന്നുണ്ട്, അതല്ല, അത് പൊതുവേ നമ്മുടെ സമൂഹം സൃഷ്ടിച്ചൊരു കാര്യമാണല്ലോ, പനിയോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകണം, ആ ഒരു ഇതിൽ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ അവൾ ഓ ശരി മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭാസ്കരൻ പറയുന്നുണ്ട്,
അവൻ്റെ അമ്മ അങ്ങനെയായിരുന്നു, അവൾക്കും പെട്ടെന്ന് പനി വരുമായിരുന്നു, 6 ദിവസമൊക്കെ എടുക്കും ഇങ്ങോട്ട് വരാൻ, വന്നു കഴിഞ്ഞാൽ അവൾക്ക് തീരെ വയ്യാതാവും, അവനെപ്പോലെ തന്നെയാണ്. നിധിയാണെങ്കിൽ അച്ഛൻ ഈ കാര്യം അവളോട് തുറന്ന് പറഞ്ഞപ്പോൾ അവൾ സ്റ്റെക്കായിട്ട് ഭാസ്കരനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, അല്ല അതിന് നീ എന്തെന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? അപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ, അല്ല അച്ഛ അവരെവിടുന്നാണ് കൊണ്ടുവന്നത്, അവരുടെ സ്ഥലം എവിടെയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ. അത് കേട്ടോ ഭാസ്കരൻ, പറഞ്ഞത് അബദ്ധമായല്ലോ എന്നും പറഞ്ഞ് തല ചൊറിയാണ് കേട്ടോ. അവൾ വീണ്ടും ഈ ചോദ്യം തന്നെ ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, അവൾ അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു, അത്ര തന്നെ, എന്താപ്പോൾ നിനക്കറിയണ്ടേ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, അവരായിട്ട് എങ്ങനെ നിങ്ങൾക്ക് പരിചയം, അതറിയാനായിരുന്നു. അത് കേട്ടോ ഭാസ്കരൻ പറയുന്നുണ്ട്, അതറിഞ്ഞിട്ട് നിനക്ക് എന്തിനാ? അപ്പോൾ അവൾ വീണ്ടും ഒന്നും ആൻസർ കിട്ടിയില്ലല്ലോ. ആ ഒരു വിഷമത്തിൽ അവൾ പിന്നെയും ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛാ അവരുടെ പേരെന്താ? പോട്ടെ, ഞാൻ വേറെ ചോദിക്കാം, അവരോട് നിന്ന് പോയി എന്നുള്ളത് എനിക്കറിയാം, ഇപ്പോൾ അവരുടെ ഉണ്ടോ, അവർ ജീവനോടെ ഉണ്ടോ? പറ അച്ഛാ, എന്തെങ്കിലും ഒന്ന് പറ അവരെ പറ്റി. അത് കേട്ടോ ഭാസ്കരൻ പറയുന്നുണ്ട്, നിനക്ക് കഥ കേൾക്കാനൊക്കെ വലിയ ഇഷ്ടമാണല്ലേ? അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, കഥ കേൾക്കാൻ ഇഷ്ടമായിട്ടൊന്നുമല്ല, പക്ഷേ ഇതിൻ്റെ ബാക്കി അറിയാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്. അപ്പോൾ ഭാസ്കരൻ്റെ മനസ്സിലായി ഇവള് പിടിവിടുന്ന കേസല്ല. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, നീ പോയി അവന് പോയി മരുന്ന് കൊടുക്കാൻ നോക്ക്. നീ എന്നോട് പറഞ്ഞു മരുന്ന് മേടിക്കണമെന്ന്, ഞാൻ മരുന്ന് മേടിച്ച് കൊണ്ടുവന്നു, ഇനി എനിക്ക് പറയാൻ സൗകര്യമില്ല. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, ഓക്കെ എന്നാൽ ശരി, അച്ഛൻ എന്നോട് ഈ കഥ ഫുള്ള് പറയും, എനിക്ക് ഉറപ്പാണ്, നോക്കിക്കോ, അച്ഛൻ എന്തെങ്കിലും എന്നോട് ഇത് മൊത്തത്തിൽ പറയും. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, പിന്നെ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, പിന്നെ ഒന്നുമില്ല, അച്ഛൻ എന്തായാലും എന്നെ വിളിച്ചിട്ട് എല്ലാ കഥയും പറയും, നമുക്ക് നോക്കാം. അപ്പോൾ ഭാസ്കരൻ നോക്കാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവൾ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോൾ ഭാസ്കരൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവളെന്താ എന്നോട് എപ്പോഴെപ്പോഴും ഈ കാര്യം തന്നെ ചോദിക്കുന്നത്, ഇനി ഇവൾ വല്ല പോലീസോ മറ്റോ ആണ് എന്നൊക്കെ അങ്ങനെ പറയാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നികേഷ് ഹാളിലേക്ക് വന്നിരിക്കുമ്പോൾ ഏടത്തിന്ന് വിളിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നിധി അവൻ്റെ അടുത്തേക്ക് വന്നിട്ട്, നീ എണീറ്റല്ലേ, ഞാൻ കോഫി എടുത്തിട്ട് വരാട്ടോ എന്ന് പറഞ്ഞിട്ട് അവൾ കോഫി എടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ അവൾ കോഫി എടുക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ നീതു നേരെ അരീഷിൻ്റെ അടുത്ത് നേരെ അവൾ ഇങ്ങോട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ അവൾ വന്നപ്പോൾ അവരവളെ കയറ്റിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ അവൾ ചെയറിലിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അവൾ ചോദിക്കും, ഏടത്തേക്ക് എന്നെ മനസ്സിലായോ? അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, എനിക്ക് തന്നെ അറിയാലോ, നീ അന്ന് വന്നപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ, എന്തൊക്കെയാണ് നിനക്ക് സുഖമല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ജസ്റ്റ് ഓക്കെ. ഏടത്തേക്കോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, സുഖമാണ് നിധി പറയാൻ കേട്ടോ. അങ്ങനെ നിധി പറയുന്നുണ്ട്, എന്നാൽ ഞാൻ പോയി ഒരു കോഫി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഓക്കെ ശരി എന്ന് പറയണം. അങ്ങനെ നിധി കോഫി എടുക്കാൻ പോകുന്ന സമയത്ത് നികേഷിൻ്റെ മുഖം കണ്ടപ്പം നീതുവിന് മനസ്സിലായി അവൻ എന്തോ ഒരു വയ്യായി ഉണ്ടെന്ന്. അങ്ങനെ അവൾ ചോദിക്കുന്നുണ്ട്, എന്തോ പറ്റി നികേഷ്, നിനക്ക് എന്താ വയ്യാതിരിക്കുന്നത്? എനിക്ക് വയ്യ, എനിക്ക് ജസ്റ്റ് പനിയാണെന്നൊക്കെ അവനും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നിധി അവൾക്ക് കോഫി കൊണ്ടു കൊടുക്കുന്നുണ്ട്, അവളത് കുടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അരീഷ് ഇവിടെ ഇല്ലല്ലോ? അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇല്ല അരീഷ് വന്നിട്ടില്ല, ഫുഡ് കഴിക്കാനായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും നികേഷ് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ നീ അരീഷേട്ടനായിട്ട് ഉടയ്ക്കോ വീണ്ടും? അപ്പോൾ അവൾ പറയുന്നുണ്ട്, അരീഷേട്ടനായിട്ട് ഉടയ്ക്കാൻ മാത്രമേ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂ നികേഷേ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അല്ല ഇന്നാളും അങ്ങനെ തന്നെയാണല്ലോ വന്നത്. അപ്പോൾ അവൾ അതൊന്നും അല്ല എടുത്തി. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, അല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അരീഷായിട്ട്? അത് കേട്ടപ്പോഴേക്കും നികേഷ് പറയുന്നുണ്ട്, 2 ദിവസമായിട്ട് വലിയ വിളിയായിരുന്നു, ഏടത്തേക്ക് അറിയോ, ഏടത്തി നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, ആ സമയത്തൊക്കെ അരീഷേട്ട ഫുള്ള് വിളിയാ. ലാസ്റ്റ് ഈ നീതു അരീഷേട്ടനെ പ്രേമത്തിൽ കുരുക്കി. അത് കേട്ടപ്പോൾ നീതു പറയുന്നുണ്ട്, അപ്പോൾ നീയാണല്ലേ ഞങ്ങളെ പ്രണയത്തിനെ കണ്ണുവെച്ചത്. അപ്പോഴേക്കും നീതി ചോദിക്കുന്നുണ്ട്, അല്ല എന്താ പ്രശ്നം? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഏടത്തി എനിക്ക് അറിയില്ല, എന്നോട് മര്യാദയ്ക്ക് സംസാരിച്ചതായിരുന്നു, എന്നും എന്നെ വിളിക്കാറുണ്ടായിരുന്നു, രാത്രി വിളിക്കാറുണ്ടായിരുന്നു, അതുപോലെ ഞാൻ വിളിച്ചു, പക്ഷേ എന്നോട് ഭയങ്കരമായിട്ട് ചൂടായി, പുറത്താണെന്ന് പറഞ്ഞു, കാര്യം എന്താണെന്ന് പോലും പറയുന്നില്ല, എന്നെ നന്നായിട്ട് ചീത്ത വിളിച്ചു, ലാസ്റ്റ് ഫോൺ ഓഫ് ചെയ്തു. പിന്നെ ഒരു ദിവസം ഫുള്ള് ഫോൺ ഓൺ ചെയ്തില്ല, ഞാൻ വർക്ക്ഷോപ്പിലും ചെന്നു, അവിടെയും ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ അവരെ കണ്ടിട്ടാണ് വരുന്നത്, പക്ഷേ എന്നെ കണ്ണും പൊട്ടുന്ന ചീത്ത വിളിച്ചു, എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞു. എടുത്തി ഞാൻ എന്താ ചെയ്യുക, ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ട് പോലുമില്ല, ഒരാഴ്ച ഫുള്ള് സ്നേഹത്തോടെ നിന്നിട്ട് പെട്ടെന്നൊരു മാറ്റം എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ അവൾ പറയാണ് കേട്ടോ. അത് കേട്ടപ്പോൾ നികേഷ് പറയുന്നുണ്ട്, അപ്പം അന്ന് രാത്രി ഫുള്ള് വിളിച്ചത് നീ ആയിരുന്നല്ലേ? വെറുതെ അല്ല, അന്ന് അരീഷേട്ടൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു, ഫോണൊക്കെ എറിഞ്ഞു പൊട്ടിച്ചു. അപ്പം നീയാണല്ലേ, വിളിയോട് വിളിയാണല്ലോ. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, പിന്നെ എനിക്ക് ടെൻഷൻ ആവില്ലേ? അപ്പോൾ എവിടെയായിരുന്നു അരീഷ്? അപ്പോൾ നിധി പറയുന്നുണ്ട്, തക്കിലേക്ക് വന്നതായിരുന്നു, ഞങ്ങളുടെ അടുത്തേക്ക് വന്നതായിരുന്നു, ഞാനും സുധീഷ് എൻ്റെ വീട്ടിൽ പോയി നിന്നതായിരുന്നു. അത് കേട്ടപ്പോൾ നികേഷ് ഇങ്ങനെ മെല്ലെ നിധിനോട് പറയുന്നുണ്ട്, എടുത്തി പറയണ്ടെന്ന്. പക്ഷെ നിധി ഇത് മൈൻഡാക്കിയില്ല കേട്ടോ. അവൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു, എൻ്റെ അച്ഛനും സുധീഷായിട്ട് വലിയൊരു ഇഷ്യൂ ഉണ്ടായി, സുധീഷിനെ കാണാനില്ലായിരുന്നു, അപ്പോൾ ഇവർ മൂവരും കൂടെ തേടി വന്നതായിരുന്നു. ആ സമയത്തായിരിക്കും നീ വിളിച്ചിട്ടുണ്ടായിരിക്കും, അപ്പോൾ ആ ദേഷ്യത്തിലും ആ ഒരു സങ്കടത്തിലും ആയിരിക്കും അവ നിന്നോട് അങ്ങനെ റിയാക്ട് ചെയ്തത്. നിന്നോട് അരീഷ് ഒന്നും പറഞ്ഞില്ലേ? അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല അടുത്ത് എന്നോടൊന്നും പറഞ്ഞില്ല. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഞങ്ങളെ ഭാഗ്യത്തിനാണ് ഞങ്ങൾക്ക് സുധീഷേട്ടനെ രക്ഷിക്കാൻ പറ്റിയത്, ഞങ്ങളെല്ലാവരും അത്രയും ടെൻഷനിലായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, അരീഷിൻ്റെ അടുത്ത് വേറെ തെറ്റൊന്നുമില്ല. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാനാ എടുത്തി മനസ്സിലാക്കാതെ പോയത്, എനിക്കൊന്നും അറിയില്ലായിരുന്നു. പോട്ടെ, നീ അരീഷിനെ പറയാൻ അനുവദിച്ചിരുന്നോ? അത് കേട്ടപ്പോൾ അവൾക്കൊരു ഉത്തരമില്ല കേട്ടോ. കാരണം അവളിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അരീഷിന് ഒന്നാമത് ദേഷ്യം വരാനുള്ള കാരണം അവളുടെ ഈ പരാതി പറച്ചിലായിരുന്നു. പക്ഷേ ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു. അത് കേട്ടപ്പോൾ നികേഷ് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ വിചാരിച്ചേ? ഞാൻ വിചാരിച്ചു അവൻ രാത്രി എങ്ങോട്ടൊക്കെ ഇറങ്ങി പോവാണെന്ന്. ബെസ്റ്റ് എന്ന് നികേഷ് പറയാൻ കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ എന്താ അപ്പോഴേക്കും ഇങ്ങനെ ചിന്തിക്കുന്നത്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, 2 ദിവസം എന്നെ വിളിച്ചില്ലല്ലോ, എനിക്ക് ആകെ വിഷമമായിപ്പോയി, സങ്കടമായിപ്പോയി, അപ്പോൾ ഞാൻ എന്തൊക്കെയോ ഓവറായിട്ട് പറയുകയും ചെയ്തു.
എന്തായാലും തുടർച്ചയായിട്ട് കോള് കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് വിചാരിച്ചൂടെ എന്നൊക്കെ നികേഷ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അവൾക്ക്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് ഇപ്പം എന്തായാലും പിണക്കമൊക്കെ മാറിയില്ലേ, ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ അവൾ ആ എടുത്തി മനസ്സിലായി, എന്തായാലും ഇപ്പോൾ ഹാപ്പിയായി, അല്ലെങ്കിൽ ഞാൻ തെറ്റിദ്ധരിച്ചേനെ അവനെ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട് ഹരീഷിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്, അവൻ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയില്ലല്ലോ, അപ്പോൾ നീ അതനുസരിച്ച് പെരുമാറിയാൽ മതി എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അവൾ അതെ അങ്ങനെ ഇനി പെരുമാറണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ട് ഏടത്തി ഒരു കാര്യം പറയാനുണ്ട്, ഈ കോഫിയില്ലേ, ഈ കോഫിയിൽ കുറച്ച് കോഫിപ്പൊടി കൂടുതലാണ്, അതുകൊണ്ട് ഭയങ്കര കയ്പ്പ്, ഇന്ന് നികേഷ് നീ കുടിച്ചെന്ന് പറഞ്ഞിട്ട് നികേഷിന് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നിധിയാണെങ്കിൽ പെട്ടെന്ന് ഷോക്ക് ആവുന്നുണ്ട്, ഇവളുടെ ഇങ്ങനത്തെ ഒരു പ്രകൃതം കണ്ടപ്പോഴേ പെട്ടെന്ന് ഓപ്പണായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലാണല്ലോ. എന്നാൽ ശരി ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് നീതി അവിടെ നിന്ന് പോവാണ് കേട്ടോ. അങ്ങനെ അവൾ പോയപ്പോൾ നികേഷ് നിധിയോട് പറയുന്നുണ്ട് അല്ല ഇടത്തി ഹരീഷേട്ടൻ്റെ സ്വഭാവത്തിൽ ഇവളുടെ ഈ ഒരു ക്യാരക്ടർ സെറ്റാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പം നിധി പറയുന്നുണ്ട് എടാ എല്ലാവർക്കും പല പല ക്യാരക്ടറായിരിക്കും, ആ കുട്ടിയുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നികേഷ് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല ഹരീഷേട്ടൻ അവളെ സെറ്റാക്കുമെന്ന്. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട് നിനക്ക് എന്നാ തോന്നുന്നത്, അത് ഹരീഷ് നോക്കിക്കോളും. അത് കേട്ടപ്പോൾ നികേഷ് ഒന്ന് ചമ്മിയിട്ട് ഓക്കെ എടുത്തി എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നികേഷ് പുറത്ത് സ്റ്റെപ്പിൽ ഇങ്ങനെ മൂടി പൊതിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, കൊതുവാണെങ്കിൽ വട്ടായിട്ട് പറക്കുന്നുണ്ട്. അപ്പോഴേക്കും നിധി അവന് പനിക്കൂർക്കേൻ്റെ വെള്ളം തിളപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അത് കൊടുക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് എനിക്കിപ്പോൾ മാറി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ അതങ്ങ് കുടിച്ച നികേഷ്, അത് പെട്ടെന്ന് മാറിക്കോളും വയ്യായി. നികേഷ് ആ വെള്ളം ഫുള്ള് കുടിച്ചിട്ട് അവൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇതാരാ പൊട്ടിച്ചു കൊണ്ടെന്ന് അറിയാവോ, നമ്മുടെ അച്ഛനാ. അത് കേട്ടപ്പോൾ അവൻ്റെ മുഖം പെട്ടെന്ന് മാറിയിട്ട് അവൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് കുടിക്കില്ലായിരുന്നല്ലോ, ഏടത്തേക്ക് എന്നോട് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അപ്പോഴേക്കും നിധി അവൻ്റെ അടുത്ത് ഇരുന്നിട്ട് പറയുന്നുണ്ട് എന്താ നികേഷ് അങ്ങനെയൊക്കെ പറയുന്നത്, അങ്ങനെയൊന്നും പറയല്ലടാ, പിന്നെ എങ്ങനെയാണ് പറയണ്ടേ? ഏടത്തേക്ക് എന്തെങ്കിലും ലോകത്ത് എല്ലാവരോടും സ്നേഹമാണോ? ഏടത്തേക്ക് ആളുടെ സ്വഭാവം അറിയുന്നില്ല, അയാൾ കാരണം ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയത്. എടാ അങ്ങനെയൊന്നും പറയല്ലേ, ഇനിയിപ്പോൾ മുന്നുണ്ടായ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇനി അങ്ങോട്ട് എന്തെന്ന് ചിന്തിക്കണം. നിങ്ങൾ പറയുന്ന പോലെ അച്ഛൻ അത്ര ദുഷ്ടമൊന്നുമല്ല, അച്ഛൻ്റെ മനസ്സറിയുമ്പോൾ നല്ല തന്നെയാണ്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട് ഏടത്തേക്ക് എന്താ അറിയാത്തത്, ഏടത്തേക്ക് എല്ലാം അറിയാമല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ എന്താ? എടാ നിങ്ങൾ കാണുന്ന പോലെയല്ല, അച്ഛനെ ഞാൻ വേറെ രീതിക്ക് മനസ്സിലാക്കി, നമുക്ക് ഈ ടോപ്പിക്ക് വിടാൻ എടുത്തി എന്നവൻ പറയാൻ കേട്ടോ. കാരണം അവൻ ഒട്ടും ഇഷ്ടമില്ല അച്ഛൻ്റെ കാര്യം പറയുന്നത് തന്നെ. അപ്പോഴേക്കും അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുമ്പോൾ അവൾ കോൾ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നികേഷ് അവിടെ ഇരിക്കുന്ന സമയത്താണ് സുഭാഷും ഹരീഷും കൂടെ വർക്ക് കഴിഞ്ഞിട്ട് വരുന്നത്. അങ്ങനെ അവനെ കണ്ടപ്പോഴാണ് അവർക്കൊരു ആശ്വാസമായത്. അവന് വയ്യാത്തതുകൊണ്ട് അവർക്ക് ആർക്കും അത്ര ഉഷാറുണ്ടായിരുന്നില്ല. അവൻ എന്തു പറ്റി, എന്തായിരിക്കും അവൻ്റെ അവസ്ഥ എന്നൊക്കെ ഓർത്തിട്ട് അവർക്ക് ടെൻഷനായിരുന്നു. പക്ഷെ അവൻ കൊലായിൽ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ അവർ ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ ഹരീഷും സുഭാഷ് അവൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എങ്ങനെയുണ്ടാ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, ഏടത്തി എനിക്ക് മരുന്നൊക്കെ തന്നു അതുകൊണ്ട് മാറി. എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ ഏട്ടാ ഇന്ന് ഏടത്തി ഫുൾ എൻ്റെ കൂടെ ആയിരുന്നു, എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തുതരാം, എനിക്ക് കഞ്ഞി തന്നു, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളായിട്ട് എടുത്തു തരായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് അമ്മ കൂടെ ഉള്ള പോലത്തെ ഒരു ഫീല്, ഏടത്തി അങ്ങനെ എന്നെ നോക്കിയത്. ശരിക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം കിട്ടാത്തതുകൊണ്ടായിരിക്കുമല്ലോ ഏട്ടാ. അത് കേട്ടപ്പോൾ ഹരീഷിനും സുഭാഷിനും ഒക്കെ വിഷമമാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുഭാഷ് അവനെങ്ങനെ തലോടുകയാണ്. അതോടുകൂടി എപ്പിസോഡോട് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ബൈ, താങ്ക് യു.